ഷിബു തുടരുക. ഇപ്പോൾ വെറ്റിനറി ഫോറസ്റ്റ് സർജൻ ഡോക്ടർ ജയകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡോക്ടർ ജയകുമാർ, കർണാടകയിൽ എത്തിച്ചതിന് ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനാണ്, സുരക്ഷിതരാണ് എന്നൊക്കെയാണ് വനംവകുപ്പ് ഇന്നലെ ഈ ദൗത്യം വിജയകരമായിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ ഒരു കാര്യം ആമുഖമായി പറഞ്ഞോട്ടെ. ഈ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇത്തരത്തിൽ ആനകള് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ആ ആനകള് ഒന്നീ ആളുകൾ ആനയെ കൊല്ലും, അല്ലെങ്കിൽ ആനയെ ആൾക്കാർ കൊല്ലും. ഇതാണ് അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. അതിന്റെ എല്ലാം കണ്ണിൽ പൊടിയിടാനായിട്ടാണ് അതിനെ മയക്കുവേട് വയ്ക്കുന്നു, റേഡിയോ കോളർ ഘടിപ്പിക്കുന്നു, അവിടെ കൊണ്ടിടുന്നു, ഇവിടെ കൊണ്ടിടുന്നു. ഈ ആനയ്ക്ക് ഒരു പ്രത്യേക ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ട ആന എന്തുകൊണ്ട് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇത് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നത് അവിടെ മോണിറ്റർ ചെയ്ത് കിട്ടിയില്ല എന്നുള്ളതാണ് തിരക്കേണ്ടത്. നമ്മൾ ഈ വെടിവെച്ച് കൊണ്ടുപോയി എന്നുള്ളത് വെറും അതൊക്കെ മൈനർ പാർട്ടാണ്. ഈ ആനകളെ ഈ വർഷാവർഷമായി വരുമ്പോൾ ഈ ആന പുറത്തിറങ്ങുന്ന ആനകളെ എന്തുകൊണ്ട് അതിനെ ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ പുനരധിവസിപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. നമ്മളെ കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും സെമി വൈൽഡായിട്ടാണ് ഈ ആനകളെ കീപ്പ് ചെയ്യുന്നത്. അതിന് യാതൊരു പ്രശ്നവുമില്ലാതെ കാട്ടിനകത്താണ് കീപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യാനായിട്ട് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം എന്താണ് ഇത്ര പ്രശ്നങ്ങൾ? ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിന്റെ പ്രാരംഭ നടപടികൾ എടുക്കുകയും ചെയ്തതിനു ശേഷം അതിന് വേണ്ടി പൈസ അലോട്ട് ചെയ്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതാണ്. അത് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ശരിക്കും ഇതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷനാണ് വേണ്ടത്. ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വൈൽഡ് ടസ്കേഴ്സിനെ അതിനെ പിടിച്ച് സെമി വൈൽഡായിട്ട് നമ്മൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കാട്ടിൽ തന്നെ പുനരധിവസിപ്പിക്കുകയാണ്, റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതാണ് പ്രായോഗികമായ പ്രവൃത്തി. അത് തന്നെയാണ് തമിഴ്നാടും കർണാടകവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെയാണ് മുതുമല എലിഫന്റ് ക്യാമ്പും ബന്ദിപ്പൂർ എലിഫന്റ് ക്യാമ്പും കർണാടകത്തിനായിട്ട് 3, 4, 5 എലിഫന്റ് ക്യാമ്പുണ്ട്. എല്ലാം കാട്ടിനകത്താണ്. അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യണ്ട. അല്ലാതെ മയക്കുവെടി വെക്കുമ്പോൾ മയക്കുവെടി വെച്ചാൽ ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളും കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്ന് ചത്തു കഴിയുമ്പോൾ, അല്ലെ ആന ചരിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പേരിൽ കുറച്ച് ബഹളങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുക എന്നുള്ള പത്രമായിട്ട് കുറെ ന്യൂസുകൾ കൊടുക്കുക അല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ വിദഗ്ധ സമിതി അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വിദഗ്ധ സമിതിയിൽ ഈ ആനയായിട്ട് പുലബന്ധമില്ലാത്തവരാണ് അന്വേഷിക്കാൻ പോകുന്നതും കമ്മിറ്റിക്കാരും. വെറും ന്യൂസ് മേക്കേഴ്സ് ആണ് വെറുതെ കമ്മിറ്റിക്കാർ മൊത്തം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിൽ ആനക്കാർ കാണുകയോ, ആനയെ ചികിത്സിക്കുകയോ, ആനയെ പരിപാലിപ്പിക്കുകയോ, ആനയെ ട്രെയിൻ ചെയ്യുകയോ, ഇതുമായിട്ടൊന്നും ഒരു പുലബന്ധമില്ലാത്ത കുറെ ഈ മൈക്ക് കിട്ടിയാൽ കുറെ വർത്തമാനം പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് ഈ കമ്മിറ്റിക്കകത്ത് വരിക. അവർ ആർക്കും കേടില്ലാതെ കുറെ റിപ്പോർട്ടുകൾ എഴുതിക്കുക. എത്രയോ ആനകൾ നമ്മുടെ കുഴപ്പം കൊണ്ട് ചത്ത് പോയിട്ടുണ്ട് ക്യാമ്പിനകത്ത്. എന്താ ഒന്നിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് വന്ന് ഒന്നും നടക്കാത്ത എന്താ? ഇതിനൊക്കെ കർക്കശമായ നിയമങ്ങളും നിബന്ധനകളും വേണം. ഈ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത്. കമ്മിറ്റികളുണ്ട്. ഒരു ആന ചത്തു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. നാളെ വീണ്ടും ഒരു ആന പുറത്ത് വരും. മൂന്നാർ തന്നെ എത്രയോ ആനകൾ പുറത്തേക്കുന്നു. ഈ ആനകൾ എനിക്ക് എപ്പോഴും ഏത് സന്ദേഹം ഉണ്ടെന്ന് വെച്ചാൽ മൂന്നാർ തന്നെ എത്രയോ ആനകളാണ് ഇപ്പൊ പഴയപ്പ എന്നുള്ള സുന്ദരമായ ആനയാണ്. അത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കാണാം ആന ചത്തു കിടക്കുന്നു എന്ന് പറയും. ചത്തു എന്തുകൊണ്ട്? ചിലപ്പം ഈ നിവൃത്തികേട് കൊണ്ട് ചിലപ്പം കർഷകൻ ചിലപ്പം വിഷം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കണ്ടടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുന്നതായിരിക്കാം. ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. ഇതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു കമ്മിറ്റി വെച്ച് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാണ് പലതും. ഇതൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ തന്നെ റിവ്യൂ നോക്കി കഴിഞ്ഞ് കുറേ വർഷമായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ. ഇതിനൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ എലിഫന്റ് ഫോഴ്സ് വേണം. എലിഫന്റ് ഫോഴ്സ് വേണമെന്ന് വെച്ചാൽ എലിഫന്റ് ഫോഴ്സ് ടൗണിലല്ല ഇടേണ്ടത്. ഇപ്പൊ കോന്നി തിന്നാലും എലിഫന്റ് ക്യാമ്പ് ടൗണിനകത്ത് കിടക്കുന്നത്. മുതുമലയിലും ക്യാമ്പ് കിടക്കുന്നത് സുൽത്താൻ ബത്തേരി റോഡിനകത്ത് സൈഡിന് കിടക്കുന്നത്. അതിനൊക്കെ കോട്ടൂരും ജനവാസ കേന്ദ്രത്തിൽ കിടക്കുന്നത്. അതിനൊക്കെ തന്നെ മലയാറ്റൂരും ജനവാസ അതല്ല, കാട്ടിനകത്താണ് ഈ ക്യാമ്പുകൾ ഇടേണ്ടത്. കാട്ടിനകത്ത് ക്യാമ്പിട്ടിട്ട് ആനകളെ സെമി വൈൽഡായിട്ട് പുനരധിവസിപ്പിച്ച് മാത്രമേ ആനകളും വൈൽഡായിട്ട് അവിടെ ജീവിക്കുകയുള്ളൂ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ പെട്രോളിങ്ങിനും കോൺഫ്ലിക്റ്റ് വരുമ്പോഴും ഈ ആനകളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അല്ലാതെ ഈ മരണത്തെക്കുറിച്ച് ഈ ആനയെ വെടിവെച്ചു, ആന ഇവിടുന്ന് എടുത്തു, അങ്ങോട്ട് കൊണ്ടുപോയി
ഇലക്ട്രോണിക് ഇൻബാലൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് ഇന്ന് അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് സോൾവ് ചെയ്യണം. ഇതല്ല വേണ്ടത്. നമുക്ക് വേണ്ടതിന് പെർമനന്റ് സൊല്യൂഷൻ ആണ് വേണ്ടത്. പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആനകളെ സെമി വൈൽഡ് ശ്രീ ഡോക്ടർ ജയകുമാർ, രാവിലെ വരെ ആന ആരോഗ്യവാനാണ്, സുരക്ഷിതരാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം തുറന്നു വിടുമെന്നൊക്കെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ആന ചരിഞ്ഞിരിക്കുന്നത്. ഇതൊരു മയക്കുവെടി വെച്ചതിന്റെ 20 ദിവസത്തിനിടെ 2 തവണയാണ് ഈ തണ്ണീർക്കൊമ്പന് മയക്കുവെടി വെച്ചത്. റേഡിയോ കോളർ ധരിപ്പിച്ച ഒരു കാട്ടാനയാണ് ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ഈ ആനകള് ശരിക്കും പറഞ്ഞാൽ ചുമ്മാതെ ഒരാൾക്ക് കണ്ണുകൊണ്ട് നോക്കിയിട്ട് അത് ആന ആരോഗ്യവാനല്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 20 ദിവസത്തിനകത്ത് വെച്ച് മയക്കുവെടി കൊടുത്തു എന്ന് പറഞ്ഞാൽ യാതൊരു കംപ്ലൈന്റും ഇല്ല. മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ഒരു ആനയും ചത്തുപോകത്തില്ല, ഒരു ആനയും ചരിഞ്ഞു പോകത്തില്ല. അത് പ്രോപ്പറായിട്ട് ഡോസിലാണ് കൊടുത്തിട്ടുള്ളത്. ആന റിക്കവർ ചെയ്ത് ആന ഉണർന്നു വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മയക്കുവടി ഇന്ന് കൊടുത്ത് നാളെ കൊടുത്ത് മറ്റന്നാൾ കൊടുത്ത് എന്ന് പറഞ്ഞാലൊന്നും ആന അങ്ങനെ ചരിഞ്ഞൊന്നും പോകത്തില്ല. ഒരു മൃഗവും മനുഷ്യൻ ചത്തു പോവും ഇല്ലല്ലോ. ഒരു മൃഗവും ചരിഞ്ഞു പോകത്തില്ല. ഞാൻ കണ്ടമാനം വയലിൽ മെഴുതി കൊടുത്തിട്ടുള്ളതാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ വെറും ആൾക്കാർ പുറത്തു നിന്ന് കാണുന്ന ആൾക്കാരുടെ ചില അഭിപ്രായങ്ങളാണ്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് പറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആന്റിഡോട്ട് കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യമായ പ്രശ്നം. ഇതൊന്നും അല്ല പ്രശ്നം. ഇതിപ്പോ ചരിഞ്ഞത് പൊക്കോട്ടെ. ഇതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഇപ്പം അരിക്കൊമ്പന്റെ കേസ് തന്നെ. അരിക്കൊമ്പൻ കേരളത്തിൽ എന്ത് ബഹളമാണ് കേരളത്തിൽ ഉണ്ടായത്. പക്ഷെ എത്ര സിമ്പിൾ ആയിട്ടാണ് തമിഴ്നാട്ടുകാർ ഡീൽ ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾ അന്വേഷിക്കേണ്ടത് വെച്ചാൽ റേഡിയോ കോളർ വെച്ച ആനയെ മോണിറ്റർ ചെയ്യാതെ ആ ആന 20 ദിവസം മുമ്പ് റേഡിയോ കോളർ വെച്ച ആന എങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി? അപ്പൊ മോണിറ്ററിംഗ് നടന്നില്ലേ? എന്തിനാണ് റേഡിയോ കോളർ വെക്കുന്നത്? എന്ത് പർപ്പസിനാണ്? ഈ ആനയുടെ റൂട്ട് നോക്കാൻ പോലും പറ്റിയില്ലേ അവർക്ക് ഇത്രയും ദിവസമായിട്ട്? അപ്പൊ ആന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നതായിട്ട് അറിയത്തില്ലേ? ആന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വയനാട് നിന്നുള്ള കുങ്കി ആനയെ കൊണ്ടുവന്ന് ആനയെ ബ്ലോക്ക് ചെയ്തില്ല? ഇതൊന്നും അല്ലേ? ഇതൊക്കെയാണ് കാതലായ പ്രശ്നങ്ങൾ. അല്ല, ചരിഞ്ഞ ആന പോയില്ലേ? ഈ ചരിഞ്ഞ ആനയുടെ പുറകെ പോയിട്ട് എന്ത് കാര്യം സാധിക്കാൻ? ഇതിനൊക്കെ എത്രയോ ആന ചരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനല്ല. ഇതിന്റെ ശരിക്കും പറഞ്ഞ് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് ഈ റേഡിയോ കോളർ വെച്ച് ആന പിന്നെ ഈ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്? ആ റേഡിയോ കോളർ വെച്ചത് മോണിറ്റർ ചെയ്യാൻ തന്നെയാണ് റേഡിയോ കോളർ വെച്ചത്. അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് അറിയേണ്ടത്. അതോ ഇനി ആൾക്കാരെ പറ്റിക്കുകയാണോ? അതാണ് അറിയേണ്ടത്. ജനങ്ങളെ പറ്റിക്കുകയാണോ? മീഡിയയെ പറ്റിക്കുകയാണോ? എന്താണ് നടക്കുന്നത്? റേഡിയോ കോളർ വെച്ച ആനയാണ്. എന്തിനാണ് റേഡിയോ കോളർ വെച്ചത്? ഇത്രയും രൂപ കൊടുത്ത് മേടിച്ച് റേഡിയോ കോളർ വിറ്റേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇതാണ് നിങ്ങൾ തിരക്കേണ്ടത്. പിന്നെ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കൊമ്പനാനകളെല്ലാം ഓരോന്നോരോന്ന് ചരിഞ്ഞു പോയാൽ അടുത്ത ജനറേഷൻസിന് ഉള്ള നല്ല ജീൻസിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക. ഇതിനെല്ലാം സെമി വൈൽഡായിട്ട് കീപ്പ് ചെയ്യണം. അത്തരത്തിൽ വേണം ചർച്ചകൾ മുമ്പോട്ട് പോകാൻ. അല്ലാതെ ഇപ്പോഴും നടന്നത് അതില്ല ഇതില്ല, ഈ ചത്തതിന്റെ കാരണം എന്ത്, നിർജ്ജലീകരണമാണോ? പിന്നെ ഒരു കാര്യം, ഇതിന് ആനയ്ക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ കാര്യമായിട്ട് അതിന് വളരെ ഡീറ്റെയിൽ എക്സാമിനേഷൻ ഒക്കെ വേണ്ടതാണ്. ചുമ്മാ നമ്മളിപ്പോൾ വെറുതെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് തെറ്റല്ലേ? അത് തെറ്റാണ്. നമ്മൾ അപ്പാരന്റ്ലി ഹെൽപ്പ് ചെയ്യുന്നേ പറയത്തുള്ളൂ ഇത്തരം കേസുകൾക്ക്. ഇന്ന് നിൽക്കുന്ന സമയത്ത് കുഴപ്പമില്ല, ഇനി അടുത്ത ദിവസം എന്തെങ്കിലും സംഭവിക്കാം. ഇതാണ് എൻ്റെ അവസ്ഥ. ഡോക്ടർ ജയകുമാർ ഈ വിഷയത്തിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിന്. ഷിബു ഉണ്ട്.